ആയാറാം ഗായാറാം രാഷ്ട്രീയം എന്ന ഒരു ശൈലി ഇന്ത്യക്ക് സംഭാവന ചെയ്ത സംസ്ഥാനമാണ് ഹരിയാന. ഒരു ദിവസം ഇരുട്ടി വെളുക്കുന്ന നേരത്തിനുള്ളിൽ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്കും അതിൽ നിന്നും മുൻ പാർട്ടിയിലേക്കും വീണ്ടും അതേ പാർട്ടിയിലേക്കും ഒക്കെ ചാടിപ്പോകുന്ന ഹരിയാനയുടെ രാഷ്ട്രീയക്കാർ. ഇതെക്കാലത്തും ഹരിയാനയുടെ മാത്രമല്ല, ഉത്തർപ്രദേശിന്റെയും വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും ഒരു ശാപമായിരുന്നു അങ്ങനെയുള്ള കൂറുമാറ്റങ്ങളും ഒക്കെ. എക്കാലത്തും അസ്ഥിരതയ്ക്ക് പേര് കേട്ട ഒരു സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാനയിൽ വീണ്ടും രാഷ്ട്രീയ അസ്ഥിരതയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്തെ ഫെബ്രുവരി മാർച്ചിൽ ചുമതല ഏറ്റെടുത്ത സൈനി സർക്കാർ ഇപ്പോൾ തുലാസിലാണ്. BJPയുടെ ഒരു വലിയ പ്രതീക്ഷയാണ് ഒരു ഭരണമാറ്റത്തിലൂടെ മനോഹർ ലാൽ ഖട്ടർ എന്ന BJP നേതാവിനെ മാറ്റി പുതിയൊരു നേതാവിനെ കൊണ്ടുവന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുകയായിരുന്നു ഇതുവരെ. പെട്ടെന്നാണ് അവിടുത്തെ ഒരു ലോക്കൽ പാർട്ടിയായ ചൗട്ടാലയുടെ പാർട്ടി, ഇപ്പോൾ ദുഷ്യന്ത് ചൗട്ടാല നയിക്കുന്ന, പണ്ട് ദേവിലാൽ എന്ന ലോക്ദൾ നേതാവ് സ്ഥാപിച്ച പാർട്ടിയാണ്. ദേവിലാലിന്റെ മകൻ ചൗട്ടാലയും ചൗട്ടാലയുടെ മക്കൾ ദുഷ്യന്തും അജയും ചൗട്ടാലമാരൊക്കെ നയിക്കുന്ന JJP എന്ന പാർട്ടി. അപ്പൊ ജാട്ട് വിഭാഗത്തിന് കാര്യമായ സ്വാധീനമുള്ള ജാട്ട് വിഭാഗത്തിന്റെ പാർട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഹരിയാനയിലെ പാർട്ടി 10 MLA-മാരുള്ള പാർട്ടി ഭരണകൂടത്തിന്, ഹരിയാന ഗവൺമെന്റിന്, BJP സർക്കാരിന് പിന്തുണ പിൻവലിച്ചു. ആ പാർട്ടി ഭരണത്തിൽ ചേരാതെ മാറി നിൽക്കുകയാണ്. വെവ്വേറെ മത്സരിച്ചു. 90 അംഗ നിയമസഭയിൽ ഇപ്പോൾ നിലവിൽ 88 അംഗങ്ങളാണുള്ളത്. അതിൽ BJPക്ക് 40 പേരേ ഉള്ളൂ. അപ്പൊ ഭൂരിപക്ഷത്തിന് വേണ്ട ബാക്കി നമ്പർ കൊടുത്തിരുന്നത് ഒരു സ്വതന്ത്രനും മറ്റൊരു പാർട്ടി ആളും അതുപോലെ തന്നെ 10 JJP അംഗങ്ങളുമാണ്. JJPയുടെ പിന്തുണ പിൻവലിക്കുകയും ആ പിന്തുണ കോൺഗ്രസ് പാർട്ടിക്കാണ് എന്ന് ദുഷ്യന്ത് ചൗട്ടാല പറയുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇത് 2 തലയുള്ള വാളായിട്ട് മാത്രമേ കാണാനാവൂ. കോൺഗ്രസ് പാർട്ടി അതിന്റെ അടിസ്ഥാനം പോലും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു ഹരിയാനയിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ 9ലും കോൺഗ്രസ് പാർട്ടി തകർന്നടിഞ്ഞു. അവിടെ എല്ലാം തന്നെ 9 മണ്ഡലങ്ങളിലും 50%-ലധികം വോട്ട് നേടിയാണ് BJP ജയിച്ചത്. അവിടെ ചിലപ്പം 3-4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഹരിയാനയിലെ ഓരോ മണ്ഡലത്തിലും BJPയുടെ തേരോട്ടം സംഭവിച്ചത്. പക്ഷേ ഇപ്രാവശ്യം സ്ഥിതിഗതികൾ ഹരിയാനയിൽ മാറി. 2-3 കാരണങ്ങളാണ്. ഒന്ന്, കർഷകരോക്ഷം അത് ഏറ്റവും അധികം അലയടിക്കുന്നത് ഡൽഹിക്ക് പുറത്ത് പഞ്ചാബിലും ഹരിയാനയിലും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലുമാണ്. അത് മാത്രമല്ല, ജാട്ടുകളാണ് ഈ കർഷകരുടെ നല്ലൊരു പങ്ക്. ജാട്ടുകൾ ഇന്ന് പ്രതിഷേധത്തിലാണ്. ജാട്ട് സംവരണവുമായി ബന്ധപ്പെട്ടും മറ്റു പല കാരണങ്ങളാലും കർഷകരായ ജാട്ടുകളുടെ പ്രതിഷേധമാകട്ടെ, അതെല്ലാം. അത് മാത്രമല്ല, അഗാഡികൾ എന്ന് പറഞ്ഞാൽ ഗുസ്തി താരങ്ങളെ വാർത്തെടുക്കുന്ന കളരികളാണല്ലോ അഗാഡികൾക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥലത്ത് ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിവാദം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് MP സ്ഥാനത്ത് തുടരുകയും BJP അദ്ദേഹത്തെ പുറത്താക്കാൻ വിസമ്മതിക്കുകയും എന്നാൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് മകന് വെസ്റ്റ് ഉത്തർപ്രദേശിൽ ഒരു സീറ്റ് കൊടുക്കുകയും ചെയ്തപ്പോൾ ഗുസ്തി താരങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളും ഒരു ജനസാമാന്യവും തന്നെ, അതൊരു കൾച്ചറാണ്, ഒരു വികാരമാണ് ഗുസ്തി, അവരെല്ലാം തന്നെ BJPക്ക് എതിരായി മാറുന്നു. അത് മാത്രമല്ല, ക്ഷത്രിയ വിരോധം, ക്ഷത്രിയരുമായി ബന്ധപ്പെട്ട, രാജപുട്ടുകളുമായി ബന്ധപ്പെട്ട ഒരു വിവാദം അരങ്ങേറുന്നു. അത് ചില കമന്റുകൾ, ചില അൺസേവറി റിമാർക്സ് ഉണ്ടായി BJPയുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് രാജ്പുട്ടുകൾക്കെതിരെ അവരും പ്രതിഷേധത്തിലാണ്. അതുകൊണ്ട് തൊടുന്നതെല്ലാം ഹരിയാനയിൽ പിഴയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹരിയാനയിലെ ഗവൺമെന്റിനെ ഇപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. 88 അംഗങ്ങളിൽ ഇപ്പോൾ 42 പേരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ സൈനി ഗവൺമെന്റിന്. ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കോൺഗ്രസിന് കഴിയും JJPയുടെ പിന്തുണയോടുകൂടി. പക്ഷേ ഒരു ഭരണകൂടം സൃഷ്ടിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് ഒരുപക്ഷെ തയ്യാറാവില്ല. They may be waiting for the result of the ലോക്സഭ ഇലക്ഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ വലിയ തോതിലുള്ള നേട്ടം ഹരിയാനയിൽ പ്രതീക്ഷിക്കുന്നു. ആ നേട്ടം കൂടി ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ BJPക്ക് മുന്നോട്ടുള്ള പോക്ക് ബുദ്ധിമുട്ടാകും. ഇപ്പൊ JJPയിലെ 3 അംഗങ്ങളെ പിളർത്തി മാറ്റി, 3-4 ഒരുപക്ഷെ 5 പേരെ പിളർത്തി മാറ്റി തൽക്കാലത്തേക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് BJPയുടെ തന്ത്രശാലികളായ മാനേജർമാർ. അതേസമയം കോൺഗ്രസിന് അതീവ തന്ത്രശാലിയായ കർണാടകയിൽ നിന്നും കടന്നു വരുന്ന ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉണ്ട്. അദ്ദേഹമാണ് കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടർ. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് BJP നൽകുന്ന അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ
കപ്പാസിറ്റിയുള്ള DK ശിവകുമാർ രംഗത്ത് വരുമ്പോൾ ഒരുപക്ഷെ അരങ്ങ് കൊഴുക്കാനാണ് സാധ്യത. ഒരുപക്ഷെ JJPയും കോൺഗ്രസും തമ്മിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൂട്ടുകെട്ടുണ്ടാവില്ല, ഉണ്ടാകാൻ പറ്റില്ല. കാരണം സ്ഥാനാർത്ഥികൾ ഇപ്പൊ മത്സരരംഗത്താണ്, അവർ പരസ്പരം മത്സരിക്കുന്നു. JJP 10 സീറ്റിലും മത്സരിക്കുന്നു, കോൺഗ്രസ് 9 സീറ്റിലും, സഖ്യകക്ഷിയായ ആം ആദ്മി പാർട്ടി 1 സീറ്റിലും ഹരിയാനയിൽ മത്സരിക്കുന്നു. അവർക്ക് ഒരുപക്ഷെ ഭാഗികമായ ജയം ഉണ്ടാവുകയും ചെയ്യാം. അതുകൂടി വിലയിരുത്തിക്കൊണ്ടാകണം ഒരുപക്ഷെ കോൺഗ്രസിന്റെ അടുത്ത നീക്കം. അതുമാത്രമല്ല, ഫെബ്രുവരിയിൽ ഒരു വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. നിയമപരമായി അടുത്ത 6 മാസം കഴിയാതെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് ഔപചാരികമായി കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഗവർണറെ സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. 2 പാർട്ടികളും JJPയും കോൺഗ്രസും ഗവർണറെ സമീപിച്ച് ഗവർണറിൽ ഇടപെടണമെന്നും ഭൂരിപക്ഷം തെളിയിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ ആവശ്യം സ്വല്പം വിഭിന്നമാണ്. ഇപ്പോൾ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അത് ഗവർണർ ഭരണത്തിലേക്ക് പോകണം, പ്രസിഡൻസ് റൂളിലേക്ക് സംസ്ഥാനം പോകണം, സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ. ഏതായാലും ഈ 2024 ഡിസംബറിൽ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ഈ ഹരിയാന എന്തുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്? ഹരിയാന വടക്കേ ഇന്ത്യയുടെ ഒരു ക്രോസ് സെക്ഷനാണ്. 1977 ജനതാ തരംഗത്തിലും ഹരിയാനയുടെ ജനതാ പാർട്ടി നേതൃത്വം, ദേവിലാൽ ഉൾപ്പെടെയുള്ള, വെസ്റ്റേൺ ഉത്തർപ്രദേശിലെ ചരൺ സിംഗ് ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ജാട്ട് നേതൃത്വം വഹിച്ച പങ്ക് നമുക്ക് വിസ്മരിക്കാനാവില്ല. അതുകൊണ്ട് ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ, ഭരണ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, ഡൽഹിക്ക് ചുറ്റുമുള്ള ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നായ ഹരിയാനയിൽ നടക്കുന്ന ഓരോ ചലനവും വടക്കേ ഇന്ത്യയിലെ പൊതു രാഷ്ട്രീയത്തിന്റെ നേർ അനുച്ഛേദമായി കാണുന്നത് കൊണ്ടാണ് ഹരിയാനയിൽ ഉരുണ്ടുകൂടിയ ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ നമ്മൾ വിശദമായി അനലൈസ് ചെയ്തത്. അതുകൊണ്ട് എന്തും സംഭവിക്കാവുന്ന ഒരു ഉദ്യോഗമായ നിലയിലേക്ക് ഹരിയാന രാഷ്ട്രീയം നീളുന്നു.